സുഹൃത്തുക്കളെ, ഇന്ന് സംസാരിക്കുന്നത് മുതലാളിത്തത്തെക്കുറിച്ചും സാമ്രാജ്യത്വത്തെക്കുറിച്ചും ലോകം പോകുന്ന വഴികളെക്കുറിച്ചുമാണ്. മുതലാളിത്തം നമ്മളോട് ഒരുപാട് കാലമായി പറയുന്ന ഒരു കഥയുണ്ട്. വിപണി സമ്പദ് വ്യവസ്ഥ ന്യായമാണ്, മത്സരം സമതുലിതമാണ്. ആരും കഠിനാധ്വാനം ചെയ്താൽ മുന്നേറാം, വ്യക്തിയായാലും രാജ്യമായാലും. പക്ഷെ ലോകം യഥാർത്ഥത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ? ലോകം ന്യായമായ മത്സരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നേറുന്നതെങ്കിൽ ഇത്രയധികം യുദ്ധങ്ങൾ എന്തിനാണ്? ഇത്രയധികം രാജ്യങ്ങൾ തകർക്കപ്പെടുന്നതിനാണ്? ഇന്ന് നടക്കുന്ന ആഗോള സംഭവങ്ങൾ നോക്കൂ. വെനിസ്വേലയ്ക്കെതിരായ ആക്രമണങ്ങൾ, ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കുമെന്ന ട്രംപിന്റെ ഭീഷണികൾ, ഗാസയെ പശ്ചാത്തലമാക്കി മുന്നോട്ട് വെച്ച ബോർഡ് ഓഫ് പീസ് പദ്ധതി, ഇവയൊക്കെ നമ്മളോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: ലോകം വീണ്ടും വിഭവ കൊള്ളയുടെ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സത്യത്തിൽ വിഭവ കൊള്ള മുതലാളിത്തത്തിന്റെ ഒരു പുതിയ ഘട്ടമല്ല, അത് അതിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെയാണ്. കോളനിവൽക്കരണം, അടിമ കച്ചവടം, ആഫ്രിക്കയുടെയും ഇന്ത്യയുടെയും കൊള്ള, ഇതാണ് മുതലാളിത്തത്തിന്റെ യഥാർത്ഥ ഉത്ഭവകഥ. പിന്നീട് ബ്രെഡൻ വുഡ്സ് സ്ഥാപനങ്ങൾ, IMF, വേൾഡ് ബാങ്ക്, ഇടയ്ക്കിടെ നടക്കുന്ന യുദ്ധങ്ങൾ, ഇതിലൂടെയെല്ലാം ഈ സംവിധാനം നിലനിന്നു. ഇന്ന് ഈ സാമ്രാജ്യത്വ ആഗ്രഹങ്ങൾ ഏറ്റവും തുറന്ന് പറയുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയും അതേസമയം തന്നെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ചോദിക്കുകയും ചെയ്യുന്ന ഒരാളെ നാം ആദ്യമായി കാണുന്ന കാലഘട്ടമാണിത്. വെനിസ്വേലയിലെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് എണ്ണയാണ്. എന്നാൽ അമേരിക്ക വർഷങ്ങളോളം പറഞ്ഞത് വേറെയാണ്: മയക്കുമരുന്ന്, ജനാധിപത്യം, മനുഷ്യാവകാശം. പക്ഷെ പ്രസിഡന്റ് മഡൂറോ അമേരിക്കയിലെത്തിയതോടെ ട്രംപ് മുതൽ മാർക്കോ റൂബിയോ വരെ എല്ലാവരും വീണ്ടും സംസാരിച്ചത് വെനിസ്വേലയുടെ എണ്ണയെക്കുറിച്ചാണ്. അമേരിക്ക ഇന്ന് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ദേശീയ കടം ഉയരുന്നു, ഉപഭോക്തൃ കടം ഉയരുന്നു, പണപ്പെരുപ്പം, അസമത്വം. ഈ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കാൻ കൂടുതൽ വിഭവങ്ങൾ വേണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഡോളറിന്റെ ആധിപത്യം നിലനിർത്തുക എന്നതാണ്. ഒരു കാര്യം ഓർക്കണം: എണ്ണ വ്യാപാരവും ഡോളറും തമ്മിൽ വലിയ ബന്ധമുണ്ട്. 1970-കളിൽ എണ്ണ വ്യാപാരം മുഴുവൻ ഡോളറിൽ നടത്തണമെന്ന കരാർ അമേരിക്ക സൗദി അറേബ്യയുമായി ഒപ്പുവെച്ചു. അതിനാലാണ് ലോകരാജ്യങ്ങൾ ഡോളർ സംഭരിച്ച് വെക്കേണ്ടി വന്നത്. പക്ഷേ ഇന്ന് ലോകം മാറുകയാണ്. ബ്രിക്സ് രാജ്യങ്ങൾ ലോക GDPയുടെ 40% മുകളിൽ കൈവശം വയ്ക്കുന്നു. ഇന്ന് ഏകദേശം 20% എണ്ണ വ്യാപാരം ഡോളർ അല്ലാത്ത കറൻസികളിലാണ് നടക്കുന്നത്. ഇതാണ് വെനിസ്വേല ചെയ്ത കുറ്റം. ഡോളറിന് പകരം യുവാനും മറ്റ് കറൻസികളും സ്വീകരിക്കാൻ അവർ തുടങ്ങി. അതുകൊണ്ടാണ് ട്രംപ് തുറന്നു പറഞ്ഞത്: ബ്രിക്സ് ഡോളറിൽ നിന്ന് മാറിയാൽ അമേരിക്ക കൈകെട്ടി നോക്കി നിൽക്കില്ല. അമേരിക്ക കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയിട്ടും വെനിസ്വേല നിലനിൽക്കുന്നത് അവർക്ക് സഹിക്കാനാവുന്നില്ല. എണ്ണ ഇറക്കുമതി വിലക്കി, സാങ്കേതികവിദ്യ തടഞ്ഞു, ടാങ്കറുകൾ ആക്രമിച്ചു. പക്ഷേ ചെവ്റോൺ എന്ന അമേരിക്കൻ കമ്പനിക്ക് മാത്രം ഒഴിവ്. ഇങ്ങനെ കൈകൾ കെട്ടിയിട്ട് നീ എന്തുകൊണ്ട് ജോലി ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നത് പോലെയാണ് IMF പറയുന്നത്. ലാൻസെറ്റ് പ്രസിദ്ധീകരിച്ച ഒരു പഠനം പറയുന്നത് അമേരിക്കൻ ഉപരോധങ്ങൾ ഓരോ വർഷവും ഏകദേശം 6 ലക്ഷം മരണങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ്. ഇതിനിടയിൽ ചൈന മറ്റൊരു വഴി കണ്ടെത്തി. ചൈന ലാറ്റിൻ അമേരിക്കയിൽ റെയിൽവേ, വൈദ്യുത നിലയങ്ങൾ, പുതുക്കാവുന്ന ഊർജ്ജ പദ്ധതികൾ ഇവയിൽ നിക്ഷേപം തുടങ്ങി. വെനിസ്വേലയിലേക്ക് മാത്രം $100 ബില്യൺ നിക്ഷേപം. ഇന്ന് വെനിസ്വേലയിലെ എണ്ണ കയറ്റുമതിയുടെ 80% ചൈനയിലേക്കാണ്. അമേരിക്കയുടെ ആക്രമണം വെനിസ്വേലയെ മാത്രമല്ല ലക്ഷ്യമിടുന്നത്, ലാറ്റിൻ അമേരിക്കയിലെ ചൈനീസ് സ്വാധീനമാണ് യഥാർത്ഥ ലക്ഷ്യം. ഗ്രീൻലാൻഡിലെ പിടിച്ചെടുക്കുമെന്ന ഭീഷണി ഇതിന്റെ അടുത്ത ഉദാഹരണമാണ്. പുതിയ അമേരിക്കൻ വിദേശ നയം ഇതാണ്: നിങ്ങൾ ഞങ്ങളുടെ കോളനികളാകുക, അല്ലെങ്കിൽ ഉപരോധം, അല്ലെങ്കിൽ തീരുവ, അല്ലെങ്കിൽ യുദ്ധം. ഇത് രാജ്യങ്ങളുടെ താല്പര്യമല്ല, ഇത് കോർപ്പറേറ്റ് എലീറ്റുകളുടെ താല്പര്യമാണ്. അതിനാലാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ ട്രംപ് അവർക്ക് ഏറ്റവും അനുയോജ്യനായ നേതാവ്. ബോർഡ് ഓഫ് പീസ് പദ്ധതി ജനാധിപത്യ സ്ഥാപനങ്ങളെ മറികടന്ന് ചില സമ്പന്നർ അധികാരം ഉറപ്പിക്കുന്ന സംവിധാനമാണ്. ഈ വർഷം ലോകം ആദ്യ ട്രില്യണേറെ കാത്തിരിക്കുന്നു. അതേസമയം ലോക ജനസംഖ്യയുടെ പകുതി ദാരിദ്ര്യത്തിലാണ്. ഒക്സ്ഫാം പറയുന്നത് ശതകോടീശ്വരന്മാർ സാധാരണ മനുഷ്യരെക്കാൾ 4000 മടങ്ങ് കൂടുതൽ രാഷ്ട്രീയ അധികാരം അവർക്കുണ്ട്. അവരാണ് നിയമങ്ങൾ എഴുതുന്നത്, അവരാണ് യുദ്ധങ്ങൾ തീരുമാനിക്കുന്നത്. ഇങ്ങനെയിരിക്കെ ഈ സംവിധാനത്തെ ദാവോസിൽ ഇരിക്കുന്നവർ വിമർശിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പകരം അവർ പറയും, ഇതാണ് ഏറ്റവും മികച്ച സംവിധാനം. പക്ഷേ സത്യമെന്താണ്? ന്യായമായ മത്സരം തകർന്നു, സ്വതന്ത്ര വിപണി തകർന്നു, മുതലാളിത്തത്തിന്റെ ഉള്ളിലെ വിരുദ്ധതകൾ ഇന്ന് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. ഇതിലും വലിയ നിയോ സാമ്രാജ്യത്തിന്റെ തെളിവ് വേണോ?